നാളെ കുംഭമാസം 1-ാം തീയതി ഹൈന്ദവ വിശ്വാസപ്രകാരവും ജ്യോതിഷ ശാസ്ത്രപ്രകാരവും ഒക്കെ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു മാസമാണ് കുംഭമാസം എന്ന് പറയുന്നത്. ഈ കുംഭമാസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് 3 ജീവികൾ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയുമൊക്കെ നിറയുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. മാത്രമല്ല, ലക്ഷ്മി കടാക്ഷമുള്ള വീടുകളിൽ മാത്രമായിരിക്കും ഈ ജീവികൾ കുംഭമാസത്തിൽ സമ്പത്തിൻ്റെ പ്രതീകമായി എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ജീവികൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഇവ വന്ന് ഈ ശുഭസൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ എന്തൊക്കെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് എന്നുള്ളതിനെ പറ്റിയും എല്ലാമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് പല സമയങ്ങളിലായി കടന്നു വരുന്ന ചെറിയ പ്രാണികൾ മുതൽ വലിയ ജീവികൾ വരെയുള്ള ജീവജാലങ്ങളിൽ മിക്ക ജീവികളും മനുഷ്യൻ്റെ ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന അഥവാ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പ്രകൃതി നമ്മളിലേക്ക് തരുന്ന ആ സൂചനകളെ തിരിച്ചറിയുവാൻ വളരെ ചുരുക്കം മനുഷ്യരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇത് ലക്ഷണശാസ്ത്ര പ്രകാരം വിദഗ്ധർ തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുമാത്രമല്ല, മനുഷ്യർക്കുള്ള ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് സ്വന്തം അനുഭവത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ മാത്രമേ നാം എല്ലാവരും അത് വിശ്വസിക്കുകയുള്ളൂ. അപ്രകാരം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവം കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള നിരവധി ആളുകളുടെ ജീവിതാനുഭവം കൊണ്ടും അറിയുവാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുതയുമാണ് ഇത്. ഇതിൽ ഒന്നാമതായി, നിങ്ങളുടെ വീടുകളിൽ ഈ കുംഭമാസത്തിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം അകലുവാൻ പോകുന്നു എന്ന് അർത്ഥമാക്കുന്ന ജീവികൾ കറുത്ത ഉറുമ്പുകളാണ്. അതായത് തീരെ ചെറിയ ഉറുമ്പുകളെ അല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള, കടിക്കുകയൊന്നും ചെയ്യില്ലാത്ത ഉറുമ്പുകൾ കൂട്ടത്തോടെ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാണ് നിങ്ങൾക്ക് നൽകുന്നത്. സമ്പത്തിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ഭവനത്തിലേക്ക് ഉടനെ തന്നെ വന്നു ചേരും. എന്നാൽ ഈ കറുത്ത ഉറുമ്പുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് ധനവരവിനെയും സമ്പത്തിനെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും വീട്ടിൽ ചെറിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതായത് ആ വീട്ടിലുള്ള വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ ചില വിള്ളലുകൾ വരുന്ന അവസ്ഥയും ഉണ്ടാകും എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒന്നുമല്ല ഇത് സൂചിപ്പിക്കുന്നത്. ചെറിയ തരത്തിലുള്ള, എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അത് നിങ്ങളാൽ പരിഹരിക്കുവാൻ കഴിയുന്ന തരത്തിൽ മാത്രമായിരിക്കും വന്നു ചേരുന്നത്. ഇനി രണ്ടാമതായിട്ട്, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സമ്പത്തും ഐശ്വര്യവും ഉയർച്ചകളും സർവ നേട്ടങ്ങളുമൊക്കെ വന്നു കയറുന്നതിന് മുൻപ് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ നിങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു ജീവിയാണ് ആന. ആനകൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വീടിന് നേർക്ക് ആന തുമ്പിക്കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ആരെ കൊണ്ടും തടുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ഭവനത്തെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഭഗവാന്റെ കടാക്ഷവും ഈശ്വരാനുഗ്രഹവുമെല്ലാം നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതുമാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ കുംഭമാസത്തിൽ
അപ്രകാരം ഒരു കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ ഭവനം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അകന്ന് വരുമാന സ്രോതസ് വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു മഹാഭാഗ്യം നിങ്ങളുടെ വീടിനെ തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ആന എന്നൊക്കെ പറയുന്ന ജീവി നമ്മുടെ വീടിൻ്റെ അടുത്ത് എപ്പോഴും വരുന്ന ഒരു ജീവിയല്ല. വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമായിരിക്കും ഇപ്രകാരം ആന നമ്മുടെ വീടിൻ്റെ പരിസരത്തു കൂടി വരികയും ഇപ്രകാരം ഒരു സൂചന അവ നൽകുകയുമൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഐശ്വര്യത്തെയും പോസിറ്റീവ് ഊർജത്തെയും ഒക്കെ ഇത്രയേറെ വളരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന മറ്റൊരു ജീവി ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അതിനാൽ ഇപ്രകാരം ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വക ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം മാത്രം വ്യക്തമാണ്. ഇനി മൂന്നാമതായിട്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് ഈ കുംഭമാസത്തിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ധനനേട്ടത്തെ സൂചിപ്പിക്കുന്ന ജീവി എന്ന് പറയുന്നത് ചുണ്ടലിയാണ്. ഈ ചുണ്ടലികൾ എന്ന് പറയുന്നത് വലിപ്പം കൊണ്ട് വളരെ ചെറിയ എലികളാണെങ്കിലും വീട്ടിലുള്ളവർക്ക് ഇത് വളരെയധികം അരോചകത്വം ഉളവാക്കുന്ന ഒരു ജീവി തന്നെയാണ്. എന്നിരുന്നാലും ഇവ നൽകുന്ന സൂചന ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭസൂചന തന്നെയാണ്. ഇനി മറിച്ച് ചുണ്ടലികൾക്ക് പകരം സാധാരണ എലികളാണ് വീട്ടിലുള്ളതെങ്കിൽ അത് ഒരു വിധത്തിലുള്ള ഗുണകരമായ ഫലങ്ങളെയും സൂചിപ്പിക്കുന്നില്ല. മാത്രമല്ല, ഈ സാധാരണ തരത്തിലുള്ള എലികൾ വീട്ടിൽ പെരുകുന്നത് കുറച്ച് ദോഷകരമായിട്ടുള്ള ഫലങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ശിഥിലതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 3 ജീവികളെയും ഈ കുംഭമാസത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു ശുഭസൂചന മറ്റൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു കാരണവശാലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ 3 ജീവികൾക്കും ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ്. അവയ്ക്ക് ഉപദ്രവമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗുണഫലങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. അതിനാൽ അവയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.